നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്ത് തന്നെയായാലും മുൻപോട്ട് തന്നെ നീങ്ങുക എന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതു പ്രാർത്ഥനയല്ല. അസുഖബാധിതനായ സുഹൃത്തിനോട് ഡോക്ടറായ തൻ്റെ അനുജനെ കാണാൻ അയാൾ നിർദ്ദേശിച്ചു. തൻ്റെ പ്രാർത്ഥനയും അയാൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷവും അസുഖത്തിന് കുറവൊന്നും ഉണ്ടാകാത്തതിനാൽ സുഹൃത്ത് മറ്റൊരു ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടി. ഇതറിഞ്ഞ അയാൾക്ക് വിഷമമായി. പുതിയ ഡോക്ടർ ചികിത്സിച്ച് അസുഖം ഭേദമാക്കിയാൽ തൻ്റെ സഹോദരൻ്റെ വിലയിടിയുമെന്ന് അയാൾക്ക് തോന്നി. തൻ്റെ സുഹൃത്തിൻ്റെ അസുഖം ഭേദമാകരുതേയെന്ന് അന്നു മുതൽ അയാൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ആത്മാരാധനയുടെ മണിമന്ദിരങ്ങൾക്കുള്ളിൽ അഭിരമിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവിടെ സ്വയം പ്രകീർത്തിക്കാം, പൂജിക്കാം, തൻ്റെയും തൻ്റെ അഭ്യുദയകാംക്ഷികളുടെയും സ്വാർത്ഥ പരിസരത്തു കൂടി കറങ്ങി നടക്കാം. സ്വയം സംതൃപ്തി കണ്ടെത്താനും പുകഴ്ത്താനുമുള്ള താൽപ്പര്യം എല്ലാവരിലുമുണ്ട്. അഹംബോധത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതുവരെ അതിൽ പ്രശ്നങ്ങളുമില്ല. പക്ഷേ അവനവൻ്റെയും അടുപ്പക്കാരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് ഹാനികരം. ആത്മസന്തോഷത്തിന് കാരണമായവ മാത്രം ചെയ്യുമ്പോൾ എന്ത് വില കൊടുത്തും അത് നേടാൻ ശ്രമിക്കും. അപരൻ്റെ ചെറിയ ചലനങ്ങളിൽ പോലും അസ്വസ്ഥതയുണ്ടാകും. തന്നേക്കാൾ ഒരു പടി മുൻപിലുള്ളവരെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. പരസ്യമായ പാതകളേക്കാൾ പ്രഹരശേഷിയുണ്ട് രഹസ്യമായ ചില ആഗ്രഹങ്ങൾക്ക്. അന്യരുടെ തകർച്ച പ്രതീക്ഷിക്കുന്ന ഒരാളിലും പുതുനാമ്പുകൾ മുളപ്പൊട്ടില്ല. അവരുടെ മനസ്സിൽ മുഴുവൻ നിഷേധാത്മക ചിന്തകളായിരിക്കും. അപരന് അനർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെ അനുഗ്രഹം ലഭിക്കാനാണ്? സ്വയം വളരാനുള്ള ആദ്യപടി എല്ലാവരും വളരണമെന്നും എല്ലാവരിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വിശുദ്ധമായതിനെയും അശുദ്ധമായി ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ അവഹേളനം. നല്ലത് വരണേ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. നല്ലത് വരരുത് എന്നത് പ്രാർത്ഥനയല്ല. അന്യരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്ത് മേന്മയുണ്ടാക്കുന്നവർ ഒന്നോർക്കുന്നത് നല്ലതാണ്. ആർക്കും എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമില്ല. നിസ്സഹായത ആരെയും എപ്പോൾ വേണമെങ്കിലും ആശ്ലേഷിക്കാം. നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ആ സമയത്ത് കൂടെയുള്ളത് നല്ലതാണ്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം ശുഭദിനവുമായി.